ശ്രീ ജോസഫ് എം പുതുശ്ശേരി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, എന്തായാലും ഗവർണർ വഴങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കടുത്ത വിയോജിപ്പ് നിലനിൽക്കുകയാണ്. പക്ഷേ ഗവർണർ വഴങ്ങി. എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണർക്ക് ഭരണഘടനാപരമായി ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിരോധം തീർക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. കാരണം മന്ത്രിയെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ അംഗമാകാൻ ഒരാളെ നിശ്ചയിച്ച് അറിയിച്ചാൽ സത്യപ്രതിജ്ഞ നടത്തുക എന്നുള്ള ചുമതലയാണ് ഗവർണർ നിർവഹിക്കേണ്ടത്. അവിടെ വലിയ ഒരു പ്രതിരോധത്തിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ നിയമവിദഗ്ധനല്ല, എന്നാലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കണം ഗവർണർ ഈ തീരുമാനം അംഗീകരിച്ചത്. എന്നാൽ അക്കാര്യത്തിലുള്ള വിയോജിപ്പ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സർക്കാരാണ് ഈ കാര്യത്തിലെ ഏറ്റവും കുറ്റകരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഭരണഘടന എന്ന് പറയുന്ന ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് നിലവിൽ വരുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും അതിലെ ജനപ്രാതിനിധ്യ നിയമവും ഒക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സൃഷ്ടിയാണ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഭരണഘടനയെ അപഹസിക്കുന്ന, ഭരണഘടനയെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, അദ്ദേഹം രാജിവെച്ച സാഹചര്യവും നിന്ന് ഇപ്പോഴുള്ള വ്യതിയാനം എന്താണ്? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കേസ് വന്നു, കേസിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. കോടതി അത് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. കോടതിയുടെ തീർപ്പുണ്ടായിട്ടില്ല. റിപ്പോർട്ട് പോലീസ് അനുകൂലമായി കൊടുത്തു എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭരണക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി. നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് നിയമം പാലിക്കാനും നിയമം നടപ്പിലാക്കാനും ബാധ്യതപ്പെട്ടവരാണ് പോലീസ് സേന. ആ പോലീസ് സേന ഭരണക്കാരുടെ ഇംഗിതത്തിനനുസരിച്ച് തുള്ളുന്ന ഉപകരണമായി മാറിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ പറയുന്ന ഒരു രീതി പോലെ പോലീസ് റിപ്പോർട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ആ ഒരു പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിച്ച് വീണ്ടും സത്യപ്രതിജ്ഞ എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. ശ്രീ ജോസഫ് പുതുശ്ശേരി, അങ്ങ് നോക്കുമ്പോൾ സർക്കാർ മുതലാക്കാൻ ശ്രമിച്ചത് എന്താണ്? ഏത് കാര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞ നടത്തുന്നതിലൂടെ കാര്യങ്ങൾ മുതലാക്കാൻ ശ്രമിച്ചത്? സർക്കാർ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നുമില്ല, പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. ആ പോലീസ് റിപ്പോർട്ടിന് ഈ ഭരണത്തിന്റെ കീഴിൽ എന്ത് പ്രസക്തിയാണുള്ളത്? കാരണം എല്ലാ കാര്യങ്ങളിലും നിയമത്തെ അട്ടിമറിച്ച്, നിയമവ്യവസ്ഥയെ അട്ടിമറിച്ച് ഭരണാധികാരികളുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന വെറും ഒരു ഉപകരണമായി പോലീസ് തരം താണിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ നാളുകളിലെ നമ്മുടെ മുമ്പിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിന്റെ കാര്യം പറയും. ഇവിടെ ഒരു പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ചെറിയാൻ ആ പ്രസംഗത്തിൽ ഈ ആക്ഷേപമെല്ലാം പറഞ്ഞിട്ട് ഇത് ചൂഷണോപാധിയാണ്, ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത് പകർത്തി എഴുതിയതാണ്, കുന്തമാണ്, കൊടച്ചക്രമാണ് എന്നെല്ലാം പറഞ്ഞ് ഭരണഘടനയെ അധിക്ഷേപിച്ചിട്ട് ഒരു വാക്കുകൂടി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ നിഗമനത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന് സജി ചെറിയാൻ ആ പ്രസംഗത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പറഞ്ഞത് അരക്കിട്ടുറപ്പിച്ച് ആരൊക്കെ ഇതിന് വിപരീതമായി പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് മാറില്ല എന്നുകൂടി പറയുന്നുണ്ട് ആ പ്രസംഗത്തിൽ. അപ്പൊ അത്രമാത്രം ഉറപ്പിച്ച്, അത്രമാത്രം അധിക്ഷേപിച്ച് പറഞ്ഞ മന്ത്രി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വേറെ ആര് പറഞ്ഞാലാണ് ശരിയാവുക? കോടതി അക്കാര്യം പരിഹരിച്ചിട്ടില്ലല്ലോ. സ്വാഭാവികമായി കോടതിയിൽ പോയി ഒരു തീർപ്പിലേക്കൊക്കെ വരുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ജനാധിപത്യത്തിൽ ജനങ്ങളോടുള്ള ബാധ്യതയും ജനാഭിപ്രായവും ധാർമ്മികതയുമാണ് പ്രധാനമായി കണക്കിലെടുക്കേണ്ടത്. അവിടെയാണ് ഈ വളരെ മോശപ്പെട്ട തരത്തിലേക്ക് സർക്കാർ ഈ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യും, ഭരണഘടനയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ ഭരണഘടനയോ നിയമവ്യവസ്ഥയോ ഒന്നും മാനിക്കണമെന്നില്ല. പുരപ്പുറത്ത് മൂല്യബോധത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന CPM-ന്റെ ആളുകളാണ് അതിന് നേർവിപരീതമായ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ശരി, അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലാണ്. പ്രതിപക്ഷം ഈ മന്ത്രിസഭ
പുനഃസംഘടന അല്ലെങ്കിൽ സജി ചെറിയൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലായിരുന്നു